ഹായ് ഗായ്സ്, എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അതിൽ 2 പേരാണ് ഇവർ, ജോമോൾ ആൻഡ് ശ്രീഷ്മ. 1.5 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ഇവരൊന്ന് കാണാൻ കിട്ടിയത്. ജോമോൾ ബാംഗ്ലൂർ വർക്ക് ചെയ്യുക, ശ്രീഷ്മ PG ചെയ്യുക. അപ്പോൾ അതിൻ്റേതായ കുറേ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് കാണാനോ സംസാരിക്കാനോ ഒന്നും പറ്റിയില്ല. അങ്ങനെ കാത്തിരുന്ന് ആ ദിവസം എത്തി. ഇവർ 2 പേരും എൻ്റെ ഹോസ്റ്റൽ ഫ്രണ്ട്സാണ്. ഞാൻ ഡിഗ്രി പഠിക്കുന്ന ടൈമിൽ ഒന്ന് ഹോസ്റ്റലിൽ നിന്നായിരുന്നു ഒരു 3 വർഷം. അതിൽ ആകെ കൂടി ഉണ്ടായൊരു ഗുണം എന്ന് പറയുന്നത് ഇവരെ കിട്ടിയതാണ്. ആദ്യം ഹോസ്റ്റൽ നിൽക്കാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ജോമോളായിട്ട് എനിക്ക് മുന്നേ ഒരു പാസ്റ്റ് ഉള്ളത് കൊണ്ട് അവളെ അറിയായിരുന്നു. അതുകൊണ്ട് അവിടേക്ക് പോകാൻ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ റൂമിലേക്ക് ചെന്നപ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ശ്രീഷ്മുവിനെ കാണണേ. ഒരു പാവം കുട്ടി. ഫസ്റ്റ് ഇയറിൽ ഞങ്ങളുടെ റൂമിലേക്ക് കുറേ പേര് വന്നു പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ മാത്രം എവിടേക്കും പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ സെക്കൻഡ് ഇയറിൽ ഞങ്ങളുടെ റൂമിലേക്ക് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി എത്തി. വേറെ ആരുമല്ല, ഞങ്ങളുടെ ജോമോൾ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതെന്ത് 2 ജോമോളാ? അതെ, ഞങ്ങളുടെ റൂമിൽ അങ്ങനെ 2 ജോമോളായി. ജോമോൾ CB ആൻഡ് ജോമോൾ CJ. പുതിയ അതിഥി എൻ്റെ ക്ലാസ്മേറ്റാണ്. പിന്നീട് അവിടെ നിന്ന് ഞങ്ങളുടെ റൂംമേറ്റും കൂടിയായി. ഈ കാണലിൽ അവൾക്ക് വരാൻ പറ്റിയില്ല. അല്ലെങ്കിൽ അങ്ങനെയാണ്, ഒരുമിച്ച് എല്ലാവരെയും കാണാൻ വലിയ പാടാണ്. അങ്ങനെ ഈ 3 വർഷം ഞങ്ങൾ അടിച്ച് പൊളിച്ച് ഒരു കുടുംബം പോലെ അവിടെ ജീവിച്ചു. ഇണക്കങ്ങളും പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിണങ്ങിയാലും ഞങ്ങൾക്ക് അത്ര നേരമൊന്നും മിണ്ടാതിരിക്കാൻ പറ്റത്തില്ലെന്നേ. അത്രയ്ക്ക് സ്നേഹമായിരുന്നു പരസ്പരം. ഇനി നമുക്ക് പ്രസൻറ്റിലോട്ട് കടക്കാം. ഞങ്ങളങ്ങനെ പ്ലാൻ ചെയ്ത് ഒത്തുകൂടിയത് കുന്നംകുളത്ത് വെച്ചാണ്. ഞങ്ങൾക്ക് വേറെ എവിടേക്കും പോകാനുള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും പോയിരുന്നൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയത് ദസിക്കുപ്പയ്ക്കാണ്. അങ്ങനെ തന്നെയല്ലേ പറയുന്നത്, ദേശിക്കുപ്പ എന്നാണ് പറയുക. എന്തെങ്കിലും ആവട്ടെ, മനസ്സിലായില്ല, നമ്മുടെ കുന്നംകുളം പഴയ സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത്. അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് അങ്ങ് സംസാരിച്ചു. ഈ 1.5 വർഷത്തിൻ്റെ വിശേഷം മുഴുവൻ പറഞ്ഞു തീർക്കാൻ പറ്റിയില്ലെങ്കിലും കുറേ ചിരിച്ച്. അവിടെ ഉള്ളവരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും ഞങ്ങൾക്ക് വല്ല പ്രാന്തുണ്ടോയെന്ന്. അങ്ങനെ അതൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ജോമോൾക്ക് ജോബ് കിട്ടിയതിൻ്റെ ട്രീറ്റും കൂടി ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ ശ്രീഷ്മ കോഴിക്കോട് ബസ് കയറിപ്പോയി. ഞങ്ങളും തിരിച്ച് വീട്ടിലേക്ക് പോന്നു. ഇനി എന്നാണ് ഇതുപോലെ കാണാൻ പറ്റുകയെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അതുവരെ ഞങ്ങളിങ്ങനെ വീഡിയോ കോളും ചാറ്റിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും റീൽ സൈക്കിളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.